ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇവയാണ് ഇപ്പോൾ ഇന്ത്യ വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ ചൈനയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ മേഖലയിൽ ചില ഇടപെടൽ, അതായത് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഒരേപോലെ അതിർത്തിയിൽ ചില സുരക്ഷാ സംവിധാനങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാകുന്ന സംശയം. ബംഗ്ലാദേശും പാകിസ്ഥാനുമുള്ള അവസരം മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ പാക് ഒക്കുപൈഡ് കശ്മീർ മേഖലയിൽ ചില നീക്കങ്ങൾ നടത്തുന്നതായിട്ടുള്ള സൂചനകൾ നമ്മുടെ ഇന്റലിജൻസ് വിങ്ങിനെ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് അധ്യക്ഷനായുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ പെട്ടെന്ന് ആയുധങ്ങൾ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. അതായത് ഇന്ത്യൻ ക്യാബിനറ്റിന്റെ പൂർണ്ണമായ അംഗീകാരം ഒന്നും കിട്ടുന്നതിന് മുൻപ് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പണം ചിലവാക്കി ആയുധങ്ങൾ വാങ്ങാം. അങ്ങനെയാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. നിലവിൽ ഈ ഇസ്രായേലിന്റെ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഉണ്ട്. എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ കുടുംബാംഗമായ ലോറയിൽ നിന്നാണ് ലോറ മിസൈൽ നമ്മൾ വാങ്ങുന്നത്. ഏതാണ്ട് 400 കിലോമീറ്റർ വരെ വ്യോമ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇവ.